INB ട്രിപ്പിനെ കുറിച്ചൊന്ന് പറയാം. അതായത് 8 മാസം 42,000 കിലോമീറ്റർ സഞ്ചരിച്ചുള്ള ഒരു യാത്രയായിരുന്നു. എന്റെ കുടുംബത്തോടൊപ്പമാണ് ഞാൻ ചെയ്തത്. കുടുംബത്തോടെന്ന് പറയുമ്പോഴത്തേക്കിനും അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 1 വയസ്സുള്ള എന്റെ മകനുമായിട്ടാണ് ഞാൻ യാത്ര പോകുന്നത്. 1 വയസ്സുള്ള മകനായിട്ട് യാത്ര പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കിനും എന്നെ നിരുത്സാഹപ്പെടുത്തിയ ധാരാളം ആളുകളുണ്ടായിരുന്നു. സ്വന്തം വീട്ടിൽ അച്ഛൻ, അമ്മ മുതൽ നാട്ടുകാരും പ്രേക്ഷകരും ബന്ധുക്കളും എല്ലാവരും നിരുത്സാഹപ്പെടുത്തി. 1 വയസ്സുള്ളൊരു മകൻ കൊണ്ട് നീ ചെയ്യുന്നത് റിസ്ക്കുള്ള കാര്യമാണത്. അത് ഇനിഷ്യൽ കുറച്ച് 1-2 ആഴ്ച ഞങ്ങൾ ഹെൽത്ത് വൈസ് കുറെ സ്ട്രഗിൾ ചെയ്തു. അതിനുശേഷം അത് മേക്കപ്പ് ചെയ്തു. 2 മാസം കൊണ്ട് തിരിച്ചു വരണം എന്ന് പ്ലാൻ ചെയ്ത യാത്ര നീണ്ടു 8 മാസം വരെ നീണ്ടുപോയി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിത്തന്നു. ഞങ്ങളുടെ ഒരു ഫാമിലി ബോണ്ടിങ്, അതേപോലെ തന്നെ എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം വളരെയധികം സമയം ചെലവഴിക്കാൻ സാധിച്ചു. ആ യാത്രയിൽ എൻ്റെ മകൻ ആദ്യമായിട്ട് നടന്നു. രാജസ്ഥാനിലെ ഉദയ്പൂർ കൊട്ടാരത്തിൽ വെച്ചിട്ടാണ് അവൻ ആദ്യമായിട്ട് ആരുടെ സഹായമില്ലാതെ നടക്കുന്നത്. കാറിനാണ് പോയത്. അതെ, രാജസ്ഥാൻ മരുഭൂമിയിൽ അവൻ നടന്നു. അതേപോലെ അരുണാചലിലെ മഞ്ഞുമലകളിൽ അവൻ നടന്നു. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടറബിൾ പാസ്സായിട്ടുള്ള ഉംലിംഗ്ല പാസിൽ, അതായത് 19,000 അടി ഉയരത്തിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകാവുന്ന സ്ഥലം ഇന്ത്യയിലുണ്ട്. അതായത് എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടിൽ ഉയരത്തിലാണ് ആ സ്ഥലം ഇരിക്കുന്നത്. എവറസ്റ്റ് ബേസ് ക്യാമ്പിനെക്കാട്ടിൽ ഉയരത്തിൽ. അവിടെ വരെ ഞാൻ എൻ്റെ 1 വയസ്സുള്ള മകനുമായിട്ട് യാത്ര ചെയ്തു പോയി. അത് മാത്രമല്ല, നേപ്പാൾ, ഭൂട്ടാൻ, ഈ 3 രാജ്യങ്ങളും കൂടെ ചേർത്താണ് ആ ഒരു യാത്ര നടത്തിയത്. അപ്പൊ അത് ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു. ഒട്ടേറെ അനുഭവങ്ങൾ സമ്മാനിച്ചൊരു യാത്ര. സാധാരണ കുട്ടികളെയൊക്കെ നമ്മൾ A4 ആപ്പിൾ എന്ന് പറഞ്ഞ ചിത്രം കാണിച്ച് പഠിപ്പിക്കുമ്പോൾ എനിക്ക് ആപ്പിൾ മരത്തിൽ നിന്നും ആപ്പിൾ പറിച്ചു കൊടുത്തിട്ട് ഇതാണ് മോനെ ആപ്പിൾ എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇതാണ് മരുഭൂമി എന്ന് കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. ഇതാണ് കടൽ എന്ന് കാണിച്ചു കൊടുക്കുക. അങ്ങനെ എല്ലാം കാണിച്ചു കൊടുത്ത് അനുഭവിപ്പിച്ച് മനസ്സിലാക്കി കാണിച്ചു കൊടുക്കാൻ സാധിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, 1 വയസ്സുള്ള മകനൊന്നും ഓർമ്മ വരില്ലല്ലോ, ഓർമ്മ കാണില്ലല്ലോ എന്ന് വലുതാവുമ്പോൾ. ഒരിക്കലും അവനത് മറക്കില്ല. കാരണം അവന്റെ മെമ്മറിയിൽ എപ്പോഴും ഈ വീഡിയോസ് ഉണ്ടാവും. ഇപ്പോഴും അവൻ സാധാരണ കുട്ടികളൊക്കെ കാർട്ടൂണും മറ്റും കാണുമ്പോൾ എൻ്റെ മകൻ ഇപ്പോഴും TV ഓണാക്കി കഴിഞ്ഞാൽ അവൻ യാത്ര ചെയ്ത വീഡിയോകൾ കാണാനാണ് ഒരു താല്പര്യം. അതുകൊണ്ട് അവൻ ആ യാത്രയിൽ 1 വയസ്സായിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പൊ 4 വയസ്സായിട്ടും അവൻ അതൊന്നും മറക്കാതെ ഇപ്പോഴും ഓർത്തു വെക്കുന്നു ആ വീഡിയോകൾ കാണുന്ന വഴി. ഓക്കെ, ഇത് എഴുതാനുള്ള ഒരു എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ചിന്തയിലേക്ക് വന്നത്? എന്നെ ധാരാളം ആളുകൾ പ്രേരിപ്പിക്കുമായിരുന്നു, എഴുത്തിലേക്ക് വരണം. എന്റെ അനുഭവങ്ങൾ. നേരത്തെ ബ്ലോഗ് എഴുതിയുള്ള പണ്ട് ബ്ലോഗ് എഴുതുമായിരുന്നു. അപ്പൊ എഴുത്തിലേക്ക് മടങ്ങി വരണം എന്നുള്ളൊരു ഒരു പ്രേരണ പല ആളുകളും തരുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാനും ആലോചിച്ചു. കാരണം നമുക്ക് ചില സമയത്ത് പല കാര്യങ്ങളും നമുക്ക് വീഡിയോയിലൂടെ കാണിക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഉണ്ട്. നമ്മുടെ ഫീലിങ്സ്, അതേപോലെ തന്നെ നമ്മൾ കണ്ട കാഴ്ചകളിൽ ചിലത് നമുക്ക് പകർത്തി കാണിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഷെയർ ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എഴുത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമ്മുടെ INB ട്രിപ്പിന്റെ വീഡിയോ കണ്ടവരുടെ ഒരു റിട്ടേൺ ഇതാണോ, അതോ അതിനപ്പുറമുള്ള എന്തെങ്കിലും കണ്ടന്റുകൾ ഈ പുസ്തകത്തിൽ കാണോ? തീർച്ചയായും അതിനകത്ത് അതിലുപരിയായിട്ടെന്ന് പറയാനായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത പല കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾ, മാനസികമായിട്ട് നമ്മൾ ഓരോ സ്ഥലത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, ചില കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ലല്ലോ. അങ്ങനെയുള്ള പല കാര്യങ്ങളും പല സംഭവങ്ങളും പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് ഈ എഴുതാനുള്ള സമയം എങ്ങനെയായിരുന്നു? എത്ര നാളെടുത്തു? ആക്ച്വലി ആദ്യത്തെ പുസ്തകം ആയതുകൊണ്ട് ഏകദേശം 1.5 വർഷത്തോളം എടുത്തു എഴുതാനായിട്ട്. അത് എഴുതി. പിന്നെ അതുപോലെ നിങ്ങൾ എല്ലാ ദിവസവും വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബിസി ഷെഡ്യൂളിലാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പൊ ഞാൻ ഈ പുസ്തകം എഴുതുന്നതിന്റെ ഭാഗമായിട്ട് എന്റെ വീഡിയോ എഡിറ്റിംഗും പരിപാടികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ എന്റെ സ്റ്റാഫിനെ വെച്ച് അങ്ങനെ ഞാൻ സമയം കണ്ടെത്തി. കാരണം വീഡിയോ എഡിറ്റിംഗ് നമുക്കൊരു ടൈം കൺസ്യൂമിങ് ടാസ്ക് ആണ്. അപ്പോൾ ആ വീഡിയോ എഡിറ്റിംഗ് എനിക്ക് ചെയ്തുകൊണ്ടിരുന്നതിൽ എനിക്ക് വേറെ പരിപാടികളൊന്നും നടക്കാത്തതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ സ്റ്റാഫിനെ ഹയർ ചെയ്തു. അപ്പോൾ ഞാൻ കുറേ സമയം എനിക്ക് ഫ്രീ ആയി. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീ ടൈമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുത്തും പിന്നെ ബാക്കിയുള്ള പരിപാടികളൊക്കെ ആയിട്ട് സോഷ്യൽ ലൈഫും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇപ്പോൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഈ വീഡിയോയിൽ കണ്ട കാഴ്ചകൾക്കപ്പുറമുള്ള മാനസികമായിട്ട് അനുഭവിച്ച കാര്യങ്ങളും ഒക്കെയാണ് പുസ്തകത്തിൽ കൂടുതലും വരുന്നത് അല്ലേ?